വാർഷികാഘോഷ ചടങ്ങുകൾ വേദിയിൽ ആരംഭിക്കുകയാണ്. ശ്രീമതി ഷീന കേസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാഗലയ സംഗീത നൃത്ത വിദ്യാലയം അതിൻ്റെ മഹത്തായ 4ാമത്തെ വാർഷികം സസന്തോഷം ആഘോഷിക്കുകയാണ്. ഈ വർഷകാലം കൊണ്ട് അനേകം സംഗീത നൃത്ത കലാപ്രതിഭകളെ വാർത്തെടുക്കുവാൻ ബഹുമാനപ്പെട്ട ധന്യ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് സാധിച്ചിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ PB മുകുന്ദകുമാർ അവരുടെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. ഈ നാട്ടിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടുകയും നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ രാഗലയയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടക ശ്രീമതി ഗായത്രി സുരേഷ്, സമുന്നതയായ നമ്മുടെ നാട് മുഴുവൻ അറിയപ്പെടുന്ന ബഹുമുഖ പ്രതിമയാണ് ശ്രീമതി ഗായത്രി സുരേഷ്. സംഗീത രംഗത്തെ അധികായനായിട്ടുള്ള ഹരികേശ് നല്ലൂർ ഡോക്ടർ മുത്തയ്യ ഭാഗവതരുടെ കൊച്ചുമകളും ഓൾ ഇന്ത്യ റേഡിയോ ബി ഹൈഗ്രേഡ് ആർട്ടിസ്റ്റും കൂടിയാണ് ശ്രീമതി ഗായത്രി സുരേഷ്. യുവ കലാകാരന്മാർക്കുള്ള സാംസ്കാരിക സ്കോളർഷിപ്പ് ജേതാവായിട്ടുള്ള ഈ പ്രതിഭ 47 മലയാള തമിഴ് സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ്. 2000-ഓളം സ്റ്റേജ് പെർഫോമൻസുകൾ വഴി 17ഓളം രാജ്യങ്ങളിലെ 10,000-കണക്കിന് കലാപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ പ്രതിഭയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ലഭിച്ചത് വലിയ ബഹുമതിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ശ്രീമതി ഗായത്രി സുരേഷിനെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള നമ്മുടെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ജോളിയാണ്. അത് അവർക്ക് എന്തോ പ്രത്യേക കാരണങ്ങളാൽ എത്താൻ സാധിക്കില്ല, എങ്കിലും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സൗഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ PB ചെമ്പാർ അവர்களെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ നാടിന്റെ സ്പന്ദനമറിയുന്ന നാട്ടിലെങ്ങും സുപരിചിതനായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കുന്ന ഈ ജനനേതാവിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള കലാപ്രതിഭയും നൃത്ത അധ്യാപികയുമായ ശ്രീമതി RIV മീനു രമേശിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി രാഗലയയുടെ ആത്മാവും സ്പന്ദനവുമായ ഡയറക്ടർ ബഹുമാനപ്പെട്ട ധന്യ ടീച്ചർക്ക് സമ്മേളനത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. നൃത്താധ്യാപിക ശ്രീമതി അശ്വിനി രവീന്ദ്രൻ, വയലിൻ അധ്യാപകൻ ശ്രീ ദേവദത്ത് പരാപ്പുഴ, തബല അധ്യാപകൻ ശ്രീ സൂര്യ S പിള്ള എന്നിവരെയും സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് നടക്കുന്ന നൃത്ത സംഗീത കലാസഭയിലേക്ക് പക്കമേളം വായിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ വിനോദ് ഹരിദാസ്, ശ്രീ അഭിലാഷ് P. ഗോപിനാഥ്, ശ്രീ സച്ചിദാനന്ദ പൈ, ശ്രീ ഗജാനന പൈ, ശ്രീമതി അഞ്ജലി S. ഭട്ട്, ശ്രീ RLV പ്രജിത്, ശ്രീ സജീവൻ നായരമ്പലം എന്നീ കലാകാരന്മാരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഗീത നൃത്ത കലാവിദ്യാർത്ഥികളെ
അംഗങ്ങളെയും രക്ഷിതാക്കളെയും സുഹൃത്തുക്കളെയും അതിലുപരിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ജനവേദി പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ ശ്രീ PB മുകുന്ദകുമാർ അവരുടെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയ കലാപ്രേമികൾക്കും എൻ്റെ അഭിവാദ്യം. ഏറ്റവും സന്തോഷത്തോടെ ആസ്വദിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ്. ശ്രീമതി ധന്യാബി സംഗീതത്തിനും കലയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച എനിക്ക് പിറക്കാതെ പോയ മകൾ എന്ന് ഞാൻ സങ്കല്പിക്കുന്ന ധന്യ 9 വർഷം നീണ്ട 9 വർഷക്കാലത്തെ അതികഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഒട്ടനവധി അനേകം കലാകാരികളെയും കലാകാരന്മാരെയും ഈ സമൂഹത്തിന് സൃഷ്ടിച്ചു കൊടുത്തത്. 9 വർഷം എന്ന് പറയുന്നത് വലിയ കാല അളവല്ല എങ്കിലും ഇതേപോലെ ഒരു സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഒരു അനസൂയം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായ കരുതലും അതേപോലെ ആത്മാർത്ഥതയും കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ധന്യയോടൊപ്പം ധന്യയുടെ ഭർത്താവ് ബിജു, അതോടൊപ്പം കുടുംബം, അവരുടെയൊക്കെ പരിപൂർണമായ സഹകരണം കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ പ്രസ്ഥാനത്തെ ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിടുന്ന കാലഘട്ടമാണെങ്കിൽ പോലും അതിമനോഹരമായിട്ട് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ സാധിച്ചത്. നമ്മുടെ ഉദ്ഘാടകയായിട്ട് ഇവിടെ എത്തിച്ചേർക്കുന്നത് ഗായത്രി സുരേഷാണ്. അപ്പൊ ഗായത്രി സുരേഷിനെ ഞാൻ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ എടപ്പള്ളി പാർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ വലിയൊരു കലാകാരിയാണ്. അവരുടെ കുടുംബം തന്നെ കലാകാരന്മാരുടെ കുടുംബമാണ്. അപ്പൊ ഗായത്രി സുരേഷിനെ ഇതിന്റെ ഉദ്ഘാടകയായിട്ട് കിട്ടുന്നതിലും വലിയ സന്തോഷമുണ്ട്. പിന്നെ ഒരു സന്തോഷ കാര്യം കൂടി ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. എൻ്റെ പത്രം 31ാമത്തെ വർഷമാണ് ഈ വർഷം ആഘോഷിക്കാൻ വന്നത്. 31 വർഷം പിന്നിട്ടു. അപ്പൊ എല്ലാ വർഷവും നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടാണ് പരിപാടികളും പുസ്തക പ്രകാശനവും അവാർഡ് വിതരണവും ഒക്കെ നടക്കുന്നത്. ഈ തവണത്തെ ജനവേദി പബ്ലിക്കേഷന്റെ പുരസ്കാരം ശ്രീമതി ഗായത്രി സുരേഷിനെ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇത്രയും ഉത്തമമായ കലാകാരികളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് എന്തിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി. ഇന്ന് യുവാക്കളും പ്രത്യേകിച്ച് വലിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മുതലെല്ലാം തെറ്റായ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെയെല്ലാം നമ്മൾ കലയുടെ മാർഗം, കലയും സംഗീതവും സാഹിത്യവും ഒക്കെ ആ മാർഗത്തിൽ കൂടി നയിച്ചു പോകുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ്. അപ്പൊ ഗായത്രി സുരേഷിനെ ഇതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി പങ്കിടാൻ ശ്രീ BB ജബ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം റെക്കോർഡ്, കേരളത്തിലെ ഒരു റെക്കോർഡ് ഭേദിക്കുകയാണ്. ഇത്തിരി അസൂയായിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൊച്ചച്ഛനാണ് 36 വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ട് ആനക്കാടില്. ഇതൊക്കെ കടത്തിവെട്ടി ഇപ്പൊ 40ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനായ ജവാദ് നടന്നു നീങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് ആലങ്ങാടിന്റെ ഉമ്മൻചാണ്ടി എന്നാണ്. അസുഖം വന്ന് ട്രിപ്പ് കൊടുത്തപ്പോഴും കുഞ്ഞോമലിന്റെ പെൻഷൻ കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊതുപ്രവർത്തനത്തിന് ഏറ്റവും മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന എന്റെ പ്രിയ സുഹൃത്താണ് ജവാബ്. ജവാബിനെ എല്ലാവരും പെൻഷൻ കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊതുപ്രവർത്തനത്തിന് ഏറ്റവും മാതൃകയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം. നമുക്കറിയാമോ, നമ്മുടെ നാട് ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് ആര് വേണം മുഖ്യമന്ത്രി.
അല്ലേ? അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കാണ് ഒരു ലീഡർ എന്നുള്ളതിലൊരു സ്ഥലത്തില്ല. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഓടി നടപ്പാണ്. ഏതായാലും തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്ന വഴിയുടെ കയറും നമ്മുടെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പ് പറയുന്നു, അടുത്ത 10ാമത്തെ വർഷം, നമുക്ക് 9ാമത്തെ വർഷത്തിന് പ്രത്യേകിച്ചിട്ട് സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല 9ആണെന്നുള്ള ആർക്കത്തിനൊരു വിശേഷമുണ്ട്. 9 എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? 10ന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ 10ാമത്തെ വർഷം രാഗലയുടെ 10ാം വർഷത്തിൽ ഈ വേദി പങ്കിടാൻ നമ്മുടെ മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അന്ന് ഡേറ്റുകളൊക്കെ സൗകര്യപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ വേദിയിൽ പങ്കുകൊള്ളാൻ എത്തും എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം ഇതില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അല്പം നീണ്ടുപോയി. അതേപോലെ ഇവിടെ ശാസ്ത്രീയ സംഗീത അരങ്ങേറ്റമുണ്ട്, സംഗീത ആരാധനയുണ്ട്, നൃത്ത അരങ്ങേറ്റമുണ്ട്. ഏറ്റവും കലാമൂല്യമുള്ള കലാപരിപാടികളൊക്കെ വരുവാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, നല്ല ഗായകരുണ്ട്. KSBയിൽ റിട്ടയർ ചെയ്യുന്ന സുനില്, അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. പ്രായം ഒരിക്കലും ഒന്നിനും ഒരു പരിധിയായിട്ട് കണക്കാക്കല്ല. സംഗീതത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഇടവുമില്ല. മനസ്സിൻ്റെയായും ശരീരത്തിൻ്റെയായും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സംഗീതം, അത് സയൻസ് തെളിയിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ലോകം മുഴുവനും ആ വഴിക്ക് ചിന്തിക്കുന്ന ഒരു പൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇനി ചില പരിപാടികളൊക്കെ അടുത്ത് നടത്തുന്നുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ശ്രീമതി ഗായത്രി സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വന്ദനീയരായവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അധ്യാപകന്മാരെ, ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിനായി വന്നു ചേർന്നിരിക്കുന്ന കലാകാരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ഇന്നത്തേക്ക് ആശംസിക്കുന്നു. കാര്യം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ദിവസവും ഉറക്കമുണർന്നു വരുന്നത് ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ്, അല്ലേ? ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടും, ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ഒരുപാട് ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ പ്രദേശത്ത് നാട്ടിലെല്ലാം ഇന്നത്തെ ദിവസവും വളരെ മനോഹരമായി തീരും. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ. കാര്യം സംഗീതം ആസ്വദിക്കുകയും, സംഗീതത്തെ മാത്രമല്ല സംഗീതവും നൃത്തവും ഏത് കലാരൂപമായിക്കോട്ടെ അതിനെ ആസ്വദിക്കുകയും ഒപ്പം പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആ വഴികളിലൂടെ കടന്നു വരാനുള്ള വേദികൾ തുറന്നു കൊടുക്കുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ വരും തലമുറയ്ക്ക്. അപ്പൊ അത്തരമൊരു വേദി ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നൊരു അരങ്ങേറ്റത്തിനായി അവരുടെ കഴിവുകൾ, ഇന്ന് ഈ ഈശ്വര പ്രാർത്ഥന ചൊല്ലി ആ കുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ശബ്ദത്തിന് എന്തൊരു മനോഹാരിത ഉണ്ടായിരുന്നല്ലേ. നമ്മൾ കേൾക്കുന്ന ഏതൊരു പാട്ടിനും ഈണത്തിനും അപ്പുറം ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിന്തയ്ക്ക് ഒരു ഭംഗി ഞാൻ അത് കണ്ടു. അപ്പൊ അത്തരം ഈ ഒരു വേദിയുടെ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരം ഭഗവാൻ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പറയണം. താങ്ക് യു.
ആണല്ലോ. അപ്പൊ ആദ്യത്തെ കാര്യങ്ങൾക്കാണ് ഒരു ലീഡർ എന്നുള്ളതിൽ സ്ഥലത്തില്ല. ആശംസ അറിയിക്കുന്നതിനായി ശ്രീമതി മീനു വിമോശൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, രക്ഷിതാക്കളെ, രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിന്റെ 9ാം വാർഷികവും അരങ്ങേറ്റവും ഈ പരിപാടിയിൽ സംഗീതവും നൃത്തവും അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനത് തീർപ്പിക്കുന്നില്ല. അപ്പോൾ പരിപാടി ഏറ്റവും ഭംഗിയായി നടക്കാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി മന്ത്രിവാർഡ് മെമ്പറും ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ VT ജബ്ബാർ അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ PB മുഹത്തമ്മ, ഇവിടെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ഗായത്രി സുരേഷ്, അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷതയിലുള്ള മീനാക്ഷി, മറ്റ് ധന്യ, ബിജു, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന കലാപ്രേമികളെ, സുഹൃത്തുക്കളെ, ഏർക്കോട് രാഗലയ നൃത്ത വിദ്യാലയത്തിൻ്റെ 9ാമത് വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവുമാണ് നടന്നത്. ഏകദേശം 14 പേരാണ് ഈ വിദ്യാലയത്തിലുള്ളതെന്ന് അറിയും. അതിൽ 5 പേരാണ് ഇവിടെ അരങ്ങേറ്റം നടത്തുന്നത്. അത് നൃത്തം അഭ്യസിക്കാൻ പഞ്ചായത്ത് പ്രദേശത്ത് 4-5 വിദ്യാലയങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം കുറവാണ്. ഇന്നിവിടെ അരങ്ങേറ്റം നടത്തി രംഗപ്രവേശം ചെയ്യുന്ന ഈ കലാകാരികൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ സംഗീത അധ്യാപികയും ഡയറക്ടറുമായ ശ്രീമതി ധന്യ ബിജുവിനെ ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിനായി ആദ്യമായി നന്ദി പറയുന്നത് എൻ്റെ കുടുംബക്കാരെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരുമാണ്. ഈ വേദിയിൽ അധ്യക്ഷത വഹിച്ച ശ്രീ PB മുഹത്തമ്മ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കർത്താക്കന്മാർ എന്നുള്ള അർത്ഥം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോട്ടീസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാവരും ക്ഷണിക്കുകയും പഞ്ചായത്തിന് എല്ലാം വീട്ടിൻ്റെ നോട്ടീസ് കൊടുക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ്. ഞാനതൊന്നും അറിയാതെ ഇല്ല. അത്രയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ചേട്ടന് ഞാൻ എൻ്റെ പേരിലും എൻ്റെ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതായത് നമ്മുടെ ഉദ്ഘാടനത്തിന് ഇരിക്കുന്ന ഗായത്രിയുടെ സ്റ്റാർസിംഗിൻ്റെ വേദിയിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പം തുടങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണല്ലേ, എല്ലാവർക്കും ഒരു റെക്കഗ്നേഷനുള്ള ഒരു വ്യക്തിത്വമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ചെമ്പൈ സംഗീതോത്സവത്തിൽ കച്ചേരി അവതരിപ്പിക്കുന്നത്. അപ്പൊ കൂടുതൽ സന്തോഷമായി. നമ്മൾക്ക് കച്ചേരിയുടെ ഫീൽഡിൽ കൂടെ ഉണ്ടല്ലോ എന്ന് അറിയിച്ചപ്പോ അതിന് ഇപ്പോ
പിന്നെ ആർട്ടിസ്റ്റ് കൂടെയാണ്. സംഗീതം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ വരുന്ന പറഞ്ഞിരിക്കുന്നത് എന്തോ തിരക്കിൽപ്പെട്ടിരിക്കുകയാണ്. ശ്രീമതി വിജി ജോണി, അവർക്കും ഇവിടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ബിബി ജബ്ബാർ, അദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എത്രയോ നാളുകളായിട്ട് നമ്മുടെ മെമ്പറായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഇപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടെയാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ നമുക്ക് എന്ത് കാര്യം സാധിച്ചു തരാനും എല്ലാത്തിനും നല്ല മനസ്സുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ഇവിടെ എത്തിച്ചേർന്നതിൽ എൻ്റെ പേരിലും വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മീനു, നമ്മുടെ നൃത്താധ്യാപിക മീനു, പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ട കൂടെ നിന്ന് നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി എല്ലാ കുട്ടികളെ സംരക്ഷിച്ച് പഠിപ്പിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മീനുവിനും പ്രത്യേകം നന്ദി പറയും. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് ഇവിടെയുള്ള കേരളത്തിൻ്റെ തന്നെ പല സ്ഥലത്തുണ്ട്, അതേപോലെ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ളവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ കാണിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളുമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന കുട്ടികളും നമ്മുടെ നല്ലവരായ നാട്ടുകാരും അവരുടെ പാരൻസും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഓൺലൈനായിട്ട് നൃത്തം പഠിപ്പിക്കുന്ന ടീച്ചർ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അശ്വിനി രവീന്ദ്രൻ, അതേപോലെ നമ്മുടെ വയലിൻ അധ്യാപകൻ ദേവദത്ത്, തബല അധ്യാപകൻ സൂര്യ, അവരൊക്കെ നമ്മുടെ കൊച്ചു മക്കളാണ് കേട്ടോ. വലിയ പ്രായമൊന്നുമില്ല. അവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്നതിന് അവർക്ക് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ പക്കമേള കലാകാരന്മാർ ഇപ്പൊ കഴിഞ്ഞ 4ാമത്തെ വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. 9 വർഷത്തോളമായി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്, പക്ഷെ 4ാമത്തെ വാർഷികമാണ്. ഈ 4 വർഷമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, എൻ്റെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന പക്കമേള കലാകാരന്മാർക്കുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ ആരെങ്കിലും നന്ദി പറയാൻ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ നമ്മുടെ കുട്ടികൾ ഇന്ന് സംഗീതം അരങ്ങേറ്റം, സംഗീതാരാധന, നൃത്ത അരങ്ങേറ്റം, നൃത്തസന്ധ്യ എല്ലാം ഉണ്ട്. കുഞ്ഞു മക്കളെ തുടങ്ങി പ്രായമായിട്ടുള്ളവർ വരെ ഉണ്ട് നമ്മൾക്ക് ഇവിടെ വിദ്യാർത്ഥികളായിട്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥന വേണം. അതേപോലെ നല്ല പ്രോത്സാഹനം ഒക്കെ നൽകി അവരെ വിജയിപ്പിക്കുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ല രീതിയിൽ പോകാനായിട്ട് എല്ലാവരും സഹകരിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാര്യപരിപാടികൾ അവസാനിച്ചു. അടുത്തതായി വേദിയിൽ ശ്രീമതി ഗായത്രി സുരേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ്. എല്ലാവരും ആസ്വദിക്കുക.